welcome to Hafiz Recipe Time. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു റെസിപ്പി വീഡിയോ അല്ല, ഒരു ക്രാഫ്റ്റ് വർക്ക് ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാ പ്രാവശ്യവും നമ്മൾ റെസിപ്പി വീഡിയോ ആയാൽ ശരിയാവില്ലല്ലോ, ആർക്കാരും ചേഞ്ച് ഇഷ്ടമില്ലാത്ത അല്ലേ. അപ്പം ഞാൻ എന്നൊരു ക്രാഫ്റ്റ് വർക്കായിട്ടാണ് വന്നത്. അപ്പോൾ നമുക്ക് ഈസി ആയിട്ടൊരു ക്രാഫ്റ്റ് ആണെന്ന് ഞാൻ ചെയ്യും. അപ്പോൾ എൻ്റെ അടുത്ത് ഇതുപോലെ ഒരു പ്രിങ്കിൾസിൻ്റെ ബോട്ടിൽ ഞാൻ ഹാഫായിട്ട് കട്ട് ചെയ്തെടുത്തതാണിത്. അപ്പോൾ നമ്മളെ വീട്ടിലൊക്കെ കാണാം പ്രിങ്കിൾസിൻ്റെ ഒക്കെ വേസ്റ്റായി കിടക്കുന്ന ബോട്ടിൽസ്, ഇതുപോലത്തെ ഉള്ള ഇത് കാണാം പ്രിങ്കിൾസിൻ്റെ ഒക്കെ. അപ്പോൾ ഞാൻ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഇതുപോലെ ഷേപ്പിലുള്ള ഏതെങ്കിലും ഒരു ബോട്ടിൽസോ അങ്ങനെ എന്തെങ്കിലും കട്ട് ചെയ്തെടുത്താൽ മതി. ഞാൻ ഇപ്പോൾ ഇവിടെ പ്രിങ്കിൾസ് ഹാഫായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് വെച്ചിട്ടൊരു ക്രാഫ്റ്റ് വർക്കാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെ ചെയ്യുന്നത് നോക്കാം. അപ്പോൾ ഞാൻ ഇതുപോലത്തെ റിബൺസ് യൂസ് ചെയ്യുന്നുണ്ട്. എന്നുവെച്ചാൽ ഈ യെല്ലോ കളർ റിബൺ കണ്ടില്ലേ, ഇതുപോലത്തെ റിബൺസൊക്കെ നമ്മൾ ഷോപ്പിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഞാനിങ്ങനത്തെ യെല്ലോ, ഗ്രീൻ, റെഡ് അങ്ങനത്തെ 3 കളേഴ്സിലുള്ള റിബൺസാണ് യൂസ് ചെയ്യുന്നത്. ഇങ്ങനത്തെ റിബൺസ് മുടഞ്ഞെടുക്കുക ആണ് ഞാൻ ചെയ്യുന്നത്. ഇതുപോലെ നമ്മൾ മുടിയൊക്കെ മുടഞ്ഞിടുന്ന പോലെ ഇതുപോലെ നന്നായിട്ട് മുടഞ്ഞെടുക്കുക. അപ്പോൾ ഞാൻ ഇവിടെ 3 കളേഴ്സാണ് യൂസ് ചെയ്തത്. അപ്പോൾ ഇത് ഞാൻ മുടഞ്ഞെടുക്കുന്നത് കാണിക്കുന്നില്ല, ഞാൻ നേരത്തെ മുടഞ്ഞ് വെച്ചതാണിത്. അപ്പോൾ ഇത് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഈ പ്രിങ്കിൾസിൻ്റെ മുകളിൽ ഇതൊന്ന് നമ്മൾ റോൾ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഏറ്റവും താഴേന്ന് നമ്മൾ തുടങ്ങി. അപ്പോൾ നമ്മൾ ഒരു പിന്ന് വെച്ചിട്ട് ഇതിൻ്റെ എൻഡൊന്ന് സ്റ്റിക്ക് ചെയ്യാം. എന്നതിന് ശേഷം നമ്മൾ ഇവിടെ നിന്ന് ഗം ഒട്ടിക്കണം. അപ്പോൾ ഞാൻ ഗ്ലൂ ഗണ്ണ് ഉപയോഗിച്ചിട്ടാണ് ഇവിടെ സ്റ്റിക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഗ്ലൂ ഗണ്ണ് ഉപയോഗിച്ചിട്ട് ഞാൻ ഈ ഫസ്റ്റ് പോർഷനിൽ മാത്രം, ഈ എൻ്റെ പോർഷനിൽ മാത്രമേ ഗണ്ണ് ഉപയോഗിക്കുന്നുള്ളൂ. എന്നിട്ട് അത് റോൾ ചെയ്തെടുക്കുക. അപ്പോൾ നമ്മൾ ബാക്കിയുള്ളതൊക്കെ ഇങ്ങനെ ചുറ്റി കൊടുക്കുക. ഒരു പോർഷൻ പോലും കാണാതെ ഫുള്ളായിട്ട് നമ്മൾ അത് ലാസ്റ്റ് വരെ നമ്മൾ ഫുള്ളായിട്ട് ചുറ്റി കൊടുക്കുക. അപ്പോൾ അതിൻ്റെ എൻഡ് പോർഷൻ വരെ നമ്മളത് ചുറ്റി ഇനി ഒരു പിന്ന് വെച്ചിട്ട് കുത്തി കൊടുക്കുക. നമ്മൾ നല്ല ലെവലായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തത്. ഇനി നമ്മൾ എൻഡ് പോർഷനിൽ ഗണ്ണ് വെച്ച് സ്റ്റിക്ക്. അപ്പോൾ നമ്മൾ ഗണ്ണ് വെച്ചിട്ട് നന്നായിട്ട് ഈ എൻഡ് പോർഷൻ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക. നമ്മൾ ഇതിൻ്റെ എൻഡ് പോർഷൻ, ഈ ഗം ഒട്ടിച്ചതിൻ്റെ എൻഡിൽ നമ്മൾ ഇതുപോലെ ഒരു പിന്ന് വെച്ചിട്ട് സ്റ്റിക്ക് ചെയ്യാം. എന്നതിന് ശേഷം നമ്മൾ ഇതിൻ്റെ എൻഡിങ് ആണ് നമ്മൾ ഇനി ചെയ്യുന്നത്. ഈ ഒരു പിന്നിന് ചുറ്റുമായിട്ടൊന്ന് ഈ ഒരു ത്രെഡ് റോൾ ചെയ്തെടുക്കുക. ഒരു ചെറിയൊരു ഫ്ലവർ ഷേപ്പിലോ നമ്മൾ എൻഡിങ് നമുക്ക് നമ്മളെ ഇഷ്ടമുള്ള രീതിയിൽ എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. അങ്ങനെ ഗ്ലൂ ഗണ്ണ് ഉപയോഗിച്ചിട്ട് ഒന്ന് സ്റ്റിക്ക് ചെയ്യാം. നമ്മളുടെ ക്രാഫ്റ്റ് വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ആ ബെല്ലൈക്കണും കൂടി ക്ലിക്ക് ചെയ്യുക. താങ്ക് യു.